അച്ഛന്റെ പേരെന്താണ്? ജയകുമാർ. ജയകുമാർ. എന്ത് ചെയ്യണു? ഞാൻ ആശാരിപ്പണിയാണ് സാർ. ആണോ? ഓക്കെ. എവിടെ നാട്? എവിടെ? നാട് ആറ്റിങ്ങലാണ്. ആറ്റിങ്ങൽ. ചാവറോഡാണ്. വൈഫിന്റെ സ്ഥലമാണ് ആറ്റിങ്ങൽ. വൈഫ് അവിടെയാണ് പഠിക്കുന്നത്, അവിടെയാണ് സ്ഥലം. മോൾ അവിടുത്തെ സ്കൂളിലാണ് പഠിക്കുന്നത്. ആണല്ലേ? എന്റെ സ്ഥലം ചാവറോഡ് ആശാരിമുക്ക് എന്ന് പറയും. ആശാരിമുക്ക്. ചേട്ടനായിരുന്നു ഏറ്റവും സന്തോഷം അതെ, ഇവിടെ പാടുന്നത് കാണുമ്പോ. അതെ, മുഖത്ത് പല വർണ്ണങ്ങൾ വിരിയുന്നുണ്ടായിരുന്നു. ഓഡീഷൻ ഇവിടെ വന്നിട്ട് ഇവിടെ മോള് സെലക്ട് ആയിട്ട് തിരിച്ചു പോയായിരുന്നു. അപ്പൊ ഇവിടെ നിന്ന് പോയപ്പോ മോക്ക് പിന്നെ ചിക്കനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ പപ്പ ഞാൻ ഇങ്ങനെ ജയിച്ചല്ലോ, ഇനി എനിക്ക് ഒരു ചിക്കൻ മേടിച്ചു തരണേന്ന് പറഞ്ഞ് അങ്ങനെ പോയ വഴിക്ക് നമ്മള് അവിടെ എത്തിയപ്പോഴത്തേക്ക് 8 മണിയായി. അപ്പൊ മോളെ ആഗ്രഹം കൊണ്ടൊരു ചിക്കൻ മേടിച്ചു കൊടുത്തു. പക്ഷെ അന്ന് രാത്രി തൊട്ട് മോക്ക് വീണ്ടും ഈ ചുമ കൂടി. അങ്ങനെ SATയിലാണ് മോളിപ്പോ ട്രീറ്റ്മെന്റിൽ നിൽക്കുന്നത്. അപ്പൊ അവിടുത്തെ പീഡിയാട്രീഷ്യന്റെ ഹെഡാണ് ഹരിപ്രസാദ് ഡോക്ടറാണ്. അപ്പൊ ഡോക്ടറിന്റെ കൺസൾട്ടിങ്ങിലാണ് ഇപ്പൊ നിൽക്കുന്നത്. അപ്പൊ രണ്ടാമത് ചെന്നപ്പം അവിടെ പ്രിയ ഡോക്ടറാണ് ഇപ്പൊ മോളെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഡോക്ടർ അവിടെ ചെന്നപ്പോഴും ചോദിച്ചു എന്താണ് ഇപ്പൊ കഴിച്ചതെന്നൊക്കെ ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു ചിക്കൻ മേടിച്ചു കൊടുത്തു ഡോക്ടറെ, അപ്പൊ അതൊന്നും കൊടുക്കരുത് മോക്കപ്പ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കണം, ഇനി ഇങ്ങനെ ഓയിലി ആയിട്ടുള്ള ഒന്നും കൊടുക്കല് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇനിയിപ്പൊ ചിക്കനും ബിരിയാണിയും അങ്ങനെ ഒന്നും കൊടുക്കാറില്ല. അപ്പൊ ഡോക്ടറാണ് പറഞ്ഞ കുഴപ്പമില്ല, ഇനി നന്നായിട്ട് പാടാൻ പറ്റും എന്നൊക്കെ പറഞ്ഞു. എന്നാലും ഈ ചുമ എപ്പോഴാണ് വരുന്നതെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ഒരു പ്രായം വരെ മോക്കത് ഉണ്ടാവും. അപ്പൊ അത് കഴിഞ്ഞിട്ടേ ചിലപ്പോ അത് മാറും. നമുക്ക് അലർജി ടെൻഡൻസി ചിലപ്പോൾ ചില ആഹാരങ്ങളോടുണ്ടാവും, ചിലപ്പോൾ ചില ഓയിലിനോടുണ്ടാവും, നമുക്കറിയാൻ പറ്റില്ല. കാരണം ഇത് ഏറ്റവും കൂടുതൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യനാണ് ഞാനും. അതെ, അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ചാണ് ഞാൻ ആഹാരം കഴിക്കുക. അപ്പൊ ഈ ചിക്കനൊക്കെ കഴിഞ്ഞ 14 വർഷം മുമ്പേ ഞാൻ ഒഴിവാക്കി. എന്ന് പറഞ്ഞാൽ അതാണെങ്കിൽ പിന്നെ ഇൻഫെക്ഷന്റെ അയ്യൊരു കളിയായിരിക്കും ഫുൾ ടൈം. അപ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെട്ടത് ഇങ്ങനെയൊക്കെയാണ് ഞാൻ പറഞ്ഞു, മനസ്സിലായി. അപ്പൊ പല കാര്യങ്ങളും നമ്മൾ നോക്കിയിട്ട് അലർജി വരുന്ന സാധനങ്ങൾ എന്താണെന്ന് നമ്മൾ ട്രയൽ ആൻഡ് എറർ എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ട് നമ്മൾ അത് ഒഴിവാക്കുക. ഒഴിവാക്കി കഴിഞ്ഞാൽ എന്താവും, നമ്മുടെ കുഞ്ഞ് സൂപ്പറായിട്ട് പാടും. ഒരു വലിയ പാട്ടുകാരിയാക്കണമെന്നാണ് എന്റെയും മോഹം. സംശയം എന്താണ്? ആയി കഴിഞ്ഞു. ചേട്ടൻ ഒന്ന് സ്റ്റേജിലേക്ക് വായോ. അമ്മയ്ക്കും ഒരു ഹായ് ഉണ്ട്. അമ്മ എവിടെ പോയി? അമ്മക്ക് ദൂരെ അങ്ങനെ യാത്രയൊന്നും ചെയ്തിട്ടില്ല. ഇവിടെ വന്നാൽ ചിലപ്പോ തിരിച്ചു പോകാൻ അറിഞ്ഞൂടാ, അതുകൊണ്ട് ഞാൻ വരണ്ടെന്ന് പറഞ്ഞു. അപ്പൊ നമുക്ക് ചോദിച്ചു പോവാന്ന് പറഞ്ഞു. വരണമെന്ന് വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പൊ ഇവിടെ വന്നു കഴിഞ്ഞാൽ ചിലപ്പം രാത്രിയായിരിക്കും ചിലപ്പോ തിരിച്ചു പോണത്. അപ്പൊ ഇവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ സ്ഥലങ്ങളൊന്നും അങ്ങനെ പോയിട്ടില്ല. എന്തായാലും ഒരു ദിവസം കൂട്ടിക്കൊണ്ട് വരൂ, പ്രോഗ്രാമിന് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ടോപ് സിംഗർ അത്രയും ദൂരമല്ല, എല്ലാവരുടെയും കൂടെ.